ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, സംഘടിതമായി ചില ഗ്രൂപ്പുകൾ ഉണ്ടാക്കി, വാട്സപ്പ് കൂട്ടായ്മകൾ, ഫേസ്ബുക്ക് കൂട്ടായ്മകൾ, ചില സംഘടനകൾ ഇതൊക്കെ ഉണ്ടാക്കി മുസ്ലിങ്ങളുടെ ശക്തി കേരളത്തിൽ അധികരിപ്പിക്കുക, എല്ലാ മുസ്ലിങ്ങളും ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിൽക്കുക എന്നൊക്കെയുള്ള ലക്ഷ്യത്തോടു കൂടി ഒരുപാട് മുസ്ലിം സംഘടനകൾ പ്രവർത്തിക്കുന്നത് കണ്ടവരാണ് നമ്മൾ. അതുപോലെ പച്ച വെളിച്ചം, ഇന്നല്ലെങ്കിൽ നാളെ ഈ സ്വതന്ത്ര ഭാരതത്തെ ഇസ്ലാമിക രാഷ്ട്രമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിരുന്ന പച്ച വെളിച്ചം ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് കാക്കിയിട്ടവർക്കിടയിലായിരുന്നു. അങ്ങനെ ഇസ്ലാമിക രാഷ്ട്രമുണ്ടാക്കാൻ, കാഫിറുകളെ ഉന്മൂലനം ചെയ്യാൻ, കാഫിറുകളെ പിന്തുണയ്ക്കുന്ന ആളുകളെ, അല്ലഫത്തുൽ ഖുലൂബ് എന്ന് പറയും, ഇസ്ലാമിലേക്ക് ഹൃദയം ഇണക്കപ്പെട്ട ആളുകളെ മതം മാറ്റിക്കൊണ്ടുവരാൻ, അങ്ങനെ പ്രണയ ജിഹാദ്, നാർക്കോട്ടിക് ജിഹാദ്, വ്യത്യസ്ത തരത്തിലൂടെ ഈ ലോകം മുഴുവനും ഇസ്ലാം മതം മാത്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടി സജീവമായി ധാരാളം സംഘടനകൾ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമത്. പക്ഷെ ഇപ്പോഴിതാ ഏതാണ്ട് 36 വർഷത്തോളമായി ഒരു മത ഗ്രൂപ്പ് നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നു. ഈ മത ഗ്രൂപ്പിന്റെ ലക്ഷ്യം എന്താണ്? എന്തിനു വേണ്ടിയാണ് ഇവർ ക്രിയേറ്റഡ് ആയത്? ഇവർ ഏതൊക്കെ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത്? ഈ സ്വതന്ത്ര ഭാരതത്തിന്റെ ബഹുസ്വരതയ്ക്ക് വിഘാതം സൃഷ്ടിക്കുന്ന, ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ തകർക്കുന്ന, ഈ രാജ്യത്തിന് ഭീഷണിയായി മാറുന്ന എന്തെങ്കിലും പ്രവർത്തനങ്ങളിൽ അവർ ഏർപ്പെട്ടിട്ടുണ്ടോ? ആരൊക്കെയാണ് ഈ ഗ്രൂപ്പിന്റെ മുഖ്യ അതിഥികൾ? ആരൊക്കെയാണ് കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? എന്താണ് ഈ ഗ്രൂപ്പിന്റെ ആത്യന്തികമായ ലക്ഷ്യം? ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാനുണ്ട്. വാർത്ത. നമസ്കാരം. ഈ കഴിഞ്ഞ ദീപാവലി ദിനത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ദീപാവലി ദിനത്തിലായിരുന്നു സംഗമേശ്വര ക്ഷേത്രത്തിന് സമീപം ഒരു യുവാവ്, ജമീഷ മുബിൻ എന്ന യുവാവ് പൊട്ടിത്തെറിച്ചത്. കാരണം അവൻ തന്നെ, 22കാരനായ ഈ യുവാവ് തന്നെയാണ് സ്ഫോടക വസ്തുക്കൾ ഉണ്ടാക്കിയിരുന്നത് എന്ന യാഥാർത്ഥ്യം നമുക്കറിയാം. 5ഓളം സുഹൃത്തുക്കളെ സംഘടിപ്പിച്ച് ഇവൻ ഉണ്ടാക്കിയ സ്ഫോടക വസ്തുക്കളൊക്കെ ചാക്കിനകത്ത് നിറച്ച് കാറിനകത്ത് കൊണ്ട് കയറ്റി സഹായിച്ചു കൊടുക്കുന്നത് രാത്രിയുടെ സഹായത്തോടെ സുഹൃത്തുക്കൾ. അങ്ങനെ ക്ഷേത്രത്തിലേക്ക് കയറാൻ കഴിഞ്ഞില്ല. ഗേറ്റ് അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോഴേക്ക് തന്നെ ഇരുമ്പ് നിക്കറിട്ട ജമീഷ മുബിൻ എന്ന 22കാരനായ കമ്പ്യൂട്ടർ എഞ്ചിനീയർ പൊട്ടിത്തെറിച്ചു. നമ്മുടെ നാട്ടിൽ നിരന്തരം കാണുന്ന സംഭവങ്ങളാണിതൊക്കെ. ഇതും അതുപോലെ ദീപാവലി ദിനം നോക്കാം. ദീപാവലി ദിനത്തിലാണ് IAS മല്ലു ഹിന്ദു ഓഫീസേഴ്സ് എന്ന പേരിൽ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാകുന്നതും സംസ്ഥാനത്തെ പ്രമുഖ IAS ഓഫീസർമാരെല്ലാം അതിൽ ആഡ് ചെയ്യപ്പെടുകയും ചെയ്തു. ഇങ്ങനെ മതാടിസ്ഥാനത്തിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത് ശരിയാണോ എന്നൊരു തോന്നൽ ഇതിൽ ആഡ് ചെയ്യപ്പെട്ട ഓരോ ഓഫീസർമാർക്കും ഉണ്ടാവുകയും അത് ഇതാരാണ് ക്രിയേറ്റ് ചെയ്തത് എന്നവർ പരിശോധിക്കുകയും വ്യവസായ വാണിജ്യ വകുപ്പ് ഡയറക്ടർ K ഗോപാലകൃഷ്ണനാണ് ഈ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കുകയും ചെയ്തതോടുകൂടിയാണ് ചർച്ചയുണ്ടാകുന്നത്. ഈ ഓഫീസർമാർ K ഗോപാലകൃഷ്ണനെ ബന്ധപ്പെടുമ്പോഴാണ് അത്തരമൊരു കാര്യം അദ്ദേഹം ചെയ്തിട്ടില്ല എന്നും തന്റെ ഫോൺ ആരോ ഹാക്ക് ചെയ്തതാണ് എന്ന ഒരു സംശയം ഉടലെടുക്കുന്നത്. ആ രീതിയിൽ തന്നെ പോലീസിനോട് വ്യവസായ വാണിജ്യ വകുപ്പ് ഡയറക്ടർ പരാതിപ്പെടുന്നുണ്ട്. തന്റെ ഫോൺ ഹാക്ക് ചെയ്തതാണ്, ആരോ ഒരു മതാടിസ്ഥാനത്തിൽ ഒരു ഓഫീസർമാരുടെ ഗ്രൂപ്പ് ഉണ്ടാക്കിയിരിക്കുന്നു. ഇങ്ങനെ ഹിന്ദു ഓഫീസർമാരുടെ ഇത് മുസ്ലിം IAS ഓഫീസേഴ്സ് അസോസിയേഷൻ, അഡ്വക്കേറ്റ്സ് ഇല്ലേ, ഡോക്ടർമാരില്ലേ, നഴ്സുമാരില്ലേ, ടീച്ചർമാരില്ലേ, സ്കൂളുകളില്ലേ, മതപ്രഭാഷകരില്ലേ, പൊതുപ്രവർത്തകരില്ലേ, ഏതാണ് മതത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ നാട്ടിൽ വിഭജിക്കാതുള്ളത്? മാത്രമല്ല മുസ്ലിം ഓഫീസർമാരുടെ ഗ്രൂപ്പ് അല്ലെങ്കിൽ മുസ്ലിം ഗ്രൂപ്പ് എന്ന പേരിൽ ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മാത്രമല്ല തന്റെ ഫോണിൽ നിന്നും തന്റെ അനുമതിയോ അറിവോ ഇല്ലാതെ 11ഓളം ഗ്രൂപ്പുകൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നും അദ്ദേഹം പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. ഇതിന്റെ നിജസ്ഥിതി അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പരാതി കൊടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു മുതിർന്ന IAS ഓഫീസർ ഇത്തരത്തിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെ ഒരു ഗ്രൂപ്പ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അതിന്റെ പേരിൽ കേരള പോലീസ് അന്വേഷണം ആരംഭിക്കുന്നു. ഇത് ഹാക്ക് ചെയ്യപ്പെട്ടതാണോ എന്ന് ഗൂഗിളിനോട് കേരള പോലീസ് ചോദിക്കുന്നുണ്ട്. ഗൂഗിൾ പക്ഷേ ഇത് ഹാക്ക് ചെയ്യപ്പെട്ടതല്ല എന്ന് കൃത്യമായ മറുപടി നൽകുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും ഹാക്ക് ചെയ്യപ്പെട്ടിട്ടില്ല എങ്കിൽ കൂടി ഒരുപക്ഷെ
കെ ഗോപാലകൃഷ്ണന്റെ അറിവോടുകൂടിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അനുമതിയില്ലാതെയോ മറ്റാരെങ്കിലും ഒക്കെ ഇത്തരം ഒരു പണി കാണിച്ചേക്കാം. എന്തായാലും അതൊരു വിവാദമാവുകയാണ്, അന്വേഷണം നടത്തുകയാണ്. ഇങ്ങനെ ഒരു അതിശയോക്തി ഈ ഒരു മതാടിസ്ഥാനത്തിൽ ഹിന്ദു ഓഫീസർമാർക്ക് മാത്രം ഒരു ഗ്രൂപ്പോ, അത് എന്തിനു വേണ്ടിയിട്ടാണ്? മുസ്ലിം ഓഫീസർമാർക്ക് പേരിൽ ഒരു ഗ്രൂപ്പ് മറ്റൊരിടത്ത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. അതല്ല, ഇതൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്ഭുതമുള്ള വാർത്തയല്ല. ഞാൻ ഇന്നലെ വേറൊരു പോസ്റ്റ് കണ്ടിരുന്നു. ഇന്ത്യൻ എക്സ്പ്രസിൽ വന്ന ഒരു വാർത്തയെ കുറിച്ചിട്ട് ഒരാൾ ഇങ്ങനെ പ്രതികരിച്ചിരിക്കുകയാണ്. മഹാരാഷ്ട്രയിൽ മുസ്ലിങ്ങളെ വോട്ട് ലിസ്റ്റിൽ ചേർക്കുന്നതിന് വേണ്ടി 250ഓളം NGOകൾ പ്രവർത്തിക്കുന്നു എന്നായിരുന്നു ആ പോസ്റ്റിലുണ്ടായിരുന്നത്. 250 NGO. ഏതൊക്കെ രൂപത്തിൽ നമ്മുടെ നാട്ടിൽ നിന്നും മുസ്ലിങ്ങൾ മാറി ചിന്തിക്കുന്നു വേണ്ടിയിട്ടാണ്? മതേതര കേരളത്തിൽ ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകൾ അത് നല്ലതാണോ? ഇത് അങ്ങനെ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്നത് ശരിയല്ലല്ലോ. ഒരു ബഹുസ്വര സമൂഹത്തിൽ എന്തിനാണ് മതാടിസ്ഥാനത്തിൽ ജനങ്ങളെയെല്ലാം ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ സേവിക്കാനാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ നിയമിതരായിട്ടുള്ളത്? അവിടെ മതാടിസ്ഥാനത്തിൽ ഒരു ധ്രുവീകരണം ഉണ്ടായാൽ ആ ധ്രുവീകരണം അവരുടെ സേവനത്തെ ബാധിക്കുകയും അവരുടെ നിഷ്പക്ഷമായ ആ ഒരു പ്രവർത്തനത്തെ ബാധിക്കുകയും ചെയ്യുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. എന്തിനാണ് ഈ മതാടിസ്ഥാനത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ സംഘടിക്കുന്നത് എന്നത് ഒരു പ്രധാനപ്പെട്ട ചോദ്യവുമാണ്. പക്ഷേ ഹിന്ദു വാട്സാപ്പ് ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പ് വന്നതോടുകൂടിയാണ് ഇത് ഇത്ര വലിയ ചർച്ചാ വിഷയമാവുകയും അത് പോലീസ് അന്വേഷണത്തിലേക്കൊക്കെ പോവുകയും വലിയ രീതിയിൽ അത് ചർച്ച ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്നു. അല്ല, മുസ്ലിങ്ങൾക്ക് ഗ്രൂപ്പ് ഉണ്ട്. ഏതെങ്കിലും മുസ്ലിങ്ങൾ പറഞ്ഞോ ഹിന്ദുക്കളോട് നിങ്ങൾ ഗ്രൂപ്പ് ഉണ്ടാക്കരുത് എന്ന്? അത് അവരുടെ കാര്യം. അവർ മതപരമായിട്ട് എല്ലാവരും ഐക്യപ്പെടാൻ തീരുമാനിച്ചിരിക്കുന്നു. ഹിന്ദുക്കളും അതുപോലെ ഐക്യപ്പെടാൻ തീരുമാനിക്കണം. ക്രിസ്ത്യാനികളും ഐക്യപ്പെടാൻ തീരുമാനിക്കണം. ക്രമേണ സ്വതന്ത്ര ഭാരതീയർ മാറി നിൽക്കുകയും ചെയ്യും. കാരണം നിങ്ങളൊക്കെ ഇത് മതേതര രാജ്യത്തിന്റെ വക്താക്കൾ വേറെ നിൽക്കണമല്ലോ. മതത്തിന്റെ പേരിൽ നിങ്ങളൊക്കെ അങ്ങ് സംഘടിക്കുവാണെങ്കിൽ മതമില്ലാത്ത ആളുകൾ ഭാരതത്തോടൊപ്പം നിൽക്കും. പക്ഷേ നിങ്ങൾ ഈ ഒരു ചിത്രം കാണുക. ഈ കഴിഞ്ഞ 2024 ഓഗസ്റ്റ് മാസം 20-ാം തീയതി നടക്കാൻ പോകുന്ന ഒരു പരിപാടിയുടെ വാർത്തയാണ്, മാധ്യമത്തിൽ വന്നിട്ടുള്ള വാർത്തയാണ്. ഈ വാർത്തയിൽ 36-ാം സ്ഥാപക ദിന സമ്മേളനവും തിരുവനന്തപുരം മെക്ക ഹൗസ് ഉദ്ഘാടനവും എന്നാണ്. അതായത് തിരുവനന്തപുരത്ത് മെക്ക ഹൗസ് എന്ന പേരിൽ ഈ സംഘടനയുടെ ഒരു കെട്ടിടമുണ്ട്. അത് ഉദ്ഘാടനം ആണ് കഴിഞ്ഞ ഓഗസ്റ്റിലാണ്. ഓഗസ്റ്റ് മാസം 20-ാം തീയതി രാവിലെ 9:30 സംഘാടകർ മുസ്ലിം എംപ്ലോയീസ് കൾച്ചറൽ അസോസിയേഷൻ എന്നാണ്. ഇപ്പോൾ പുതുതായി ഉണ്ടാകുന്ന കാര്യമല്ല, അല്ലെങ്കിൽ ആർക്കെങ്കിലും പണി കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കാര്യമല്ല. മതാടിസ്ഥാനത്തിൽ സർക്കാർ ജീവനക്കാർ ഇതിനു മുന്നേയും കേരളത്തിൽ സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആ രീതിയിൽ സംഘടന നിലവിലുണ്ട്. മുസ്ലിം എംപ്ലോയീസ് കൾച്ചറൽ അസോസിയേഷൻ എന്ന പേരിൽ ഒരു സംഘടന ഇവിടെയുണ്ട്. ആ സംഘടനയുടെ മെക്ക ഹൗസ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നു ഓഗസ്റ്റ് 20-ാം തീയതി. കഴിഞ്ഞ 2024 ഓഗസ്റ്റ് 20-ാം തീയതി. ഈ വാർത്തയൊക്കെ കേരള സമൂഹം വായിച്ചിട്ടു. ഇതിലൊരു അസ്വാഭാവികതയും നമ്മൾ കണ്ടില്ല. പക്ഷേ ഹിന്ദു IAS ഓഫീസേഴ്സ് എന്നൊരു വാട്സാപ്പ് ഗ്രൂപ്പ് വന്നതോടുകൂടി കേരള സമൂഹം ജാഗ്രതയിലാകുന്നു, അലർട്ടാകുന്നു, മതേതരം വെല്ലുവിളി നേരിടുന്നു എന്ന രീതിയിലൊക്കെ വരുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഈ വാർത്ത ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കുക. മെക്ക ഹൗസ് ഉദ്ഘാടനമാണ്. മെക്ക ഹൗസ് ആണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അവരുടെ ആസ്ഥാന മന്ദിരമോ മറ്റോ ആയിരിക്കും. മാത്രമല്ല മുസ്ലിം എംപ്ലോയീസ് കൾച്ചറൽ ഓർഗനൈസേഷൻ ആണ്. ഇത് ഇന്നലെ ഒന്നും തുടങ്ങിയതല്ല. 36-ാം സ്ഥാപക ദിന സമ്മേളനമാണ്. കഴിഞ്ഞ 36 വർഷങ്ങളായി കേരളത്തിൽ മുസ്ലിം സർക്കാർ ജീവനക്കാർക്കായി ഇത്തരത്തിലൊരു സംഘടന ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ വാർത്തകൾ ഇതിന് മുന്നേയും ഞാനടക്കം എല്ലാവരും വായിച്ചു പോയിട്ടുണ്ട്. പക്ഷേ നമുക്കതിൽ ആർക്കും ഒരു അസ്വാഭാവികതയും തോന്നിയില്ല. പക്ഷെ ഹിന്ദു വാട്സാപ്പ് ഗ്രൂപ്പ് വന്നപ്പോൾ കേരളം ഉണരുകയും ചെയ്തു. ഇത്രയും കാലവും നമ്മുടെ നാട്ടിൽ ഹലാല് വന്നപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ആരെങ്കിലും ഉന്നയിച്ചിട്ടുണ്ടോ? നമ്മൾ എവിടെയും ഹലാല് മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ. ഒരു നോൺ ഹലാല് വന്നപ്പോഴല്ലേ ചർച്ചയായുള്ളൂ. ഒരു നോൺ ഹലാല് വന്നപ്പോഴല്ലേ വിവാദമായുള്ളൂ. ഒരു നോൺ ഹലാല് വന്നപ്പോഴല്ലേ വാർത്തയായുള്ളൂ. ഒരു നോൺ ഹലാല് വന്നപ്പോഴല്ലേ ഒരു വിഭാഗം ആളുകൾ ഇളകി മറിഞ്ഞതും നോൺ ഹലാല് തുടങ്ങിയ ആളെ അറസ്റ്റ് ചെയ്തതും ജയിലിൽ അടച്ചതുമൊക്കെ. നമ്മുടെ നാട് അങ്ങനെയാ. തീർച്ചയായും കെ ഗോപാലകൃഷ്ണൻ ഇപ്പോഴും അതിലൊരു തെറ്റുകാരനാണ് എന്ന് നമുക്ക് ഇതുവരെ ഒരു നിലപാട് എടുക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ വിശ്വസിക്കാൻ സാധിക്കുകയുമല്ല. അദ്ദേഹം ഒരു മുതിർന്ന IAS ഉദ്യോഗസ്ഥനാണ്. ഒരു ഹിന്ദു വാട്സാപ്പ് ഗ്രൂപ്പും മുസ്ലിം വാട്സാപ്പ് ഗ്രൂപ്പും ഒക്കെ ഉണ്ടാക്കി കളിക്കാനുള്ള സമയം അദ്ദേഹത്തിന് കാണണമെന്നില്ല. പക്ഷേ ആരോ അദ്ദേഹത്തിന്റെ പേരിൽ ചെയ്തിട്ടുണ്ട്. എന്തോ കളി അതിനകത്ത് നടന്നിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും വലിയ അതിശയോക്തിയോടുകൂടി കാണേണ്ടതല്ല. ഇതൊക്കെ കേരള സമൂഹത്തിൽ ഉണ്ട് എന്ന് തന്നെയാണ് ഈ വാർത്ത ഇന്ന് നമുക്ക് ഓർമ്മിപ്പിച്ചു തരുന്നത്. അതുക്കും മേലെയുള്ള വാർത്തകൾ നാളെ വരാം. ഇത് കേരളമായതുകൊണ്ട്, ഈ കേരളം ഭരിക്കുന്നത് പിണറായി വിജയനായതുകൊണ്ട്, പ്രതിപക്ഷത്തിരിക്കുന്നത് VD സതീശനായതുകൊണ്ട്, മുസ്ലിം മെജോറിറ്റി ആയതുകൊണ്ട്, നിർമ്മല കോളേജിൽ കുട്ടികൾ ചോദിച്ചതുപോലെ ഞങ്ങൾ മെജോറിറ്റി ആയില്ലേ എന്ന് ചോദിച്ചില്ലേ? ഇങ്ങനെ 1,1000 കാരണങ്ങൾ ഉള്ളതുകൊണ്ട് IASന് മാത്രമല്ല
മുസ്ലിം ഗവൺമെന്റ് എംപ്ലോയീസിന് അസോസിയേഷൻ ഉണ്ടായതുപോലെ മുസ്ലിം പ്രൈവറ്റ് ഷെൽട്ടറിലുള്ള ആളുകൾക്കും അസോസിയേഷൻ ഉണ്ടായിക്കൂടുന്നില്ലല്ലോ. ഒക്കെ സമീപ ഭാവിയിൽ നമുക്ക് കാണാം. നന്ദി.